ഹലോ മക്കളെ, അഡ്വാൻസ് മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ് എല്ലാവർക്കും. ഇപ്പോൾ ഇനി ജിംഗിൾ ബെൽസിൻ്റെ ഒക്കെ പാട്ടൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കാൻ പോയിരിക്കും. ജിംഗിൾ ബെൽസ്, ജിംഗിൾ ബെൽസ്, യെസ്, സെറ്റായിട്ട് നമുക്ക് പാടാനുള്ളത്. അപ്പോൾ ക്രിസ്മസിൻ്റെ രാവുകൾ ഇനി വരാൻ പോവാണ് മക്കളെ. അതിൻ്റെ മുന്നോടിയായിട്ട് ക്രിസ്മസ് നമുക്കൊക്കെ ആഘോഷിക്കുന്നതിന് മുമ്പായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് അതിലും വലിയൊരു സെലിബ്രേഷൻ വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ പറയുന്ന 2024 ക്രിസ്മസ് പരീക്ഷ. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോവാണ്. ഈ ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെയൊക്കെ പഠിച്ചു തുടങ്ങണം. ഇതുവരെ നമ്മൾ കലോത്സവത്തിൻ്റെ സ്റ്റേറ്റ് കലോത്സവമായിട്ടില്ല, നമ്മുടെ സംസ്ഥാന ശാസ്ത്രമേള കഴിഞ്ഞു, കായികമേള കഴിഞ്ഞു, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും പിന്നാലെ നമ്മൾ നടന്ന് നമ്മൾ എന്ത് ചെയ്തു, പഠനം ഇപ്പോൾ പിന്നീടായിട്ടുണ്ടാവും അല്ലേ. മിക്കവാറും പേർക്ക് നടക്കുന്ന കാര്യമാണ് പഠനം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇപ്പം ഉണ്ടാവുക. എങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇതുവരെയുള്ള കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇനി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഒന്നുകൂടി ശ്രദ്ധിക്കണേ, ഇനി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇനിയും നല്ല പോലെ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ച് നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. +1 ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുന്ന കാര്യമാണ്, 100ൽ 100 മാർക്ക് തന്നെ നിങ്ങളോട് ഞാൻ വാങ്ങാൻ പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, +2 നമ്മൾ വിചാരിച്ച പോലെയല്ല അല്ലേ. അപ്പോൾ ഈ പറയുന്ന +1ൽ 100 മാർക്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം മക്കളെ. അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ ക്രിസ്മസ് എക്സാമിന് വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ക്രിസ്മസ് എക്സാമിന് പഠിക്കണ്ടേ അറിയാനുണ്ടായിരിക്കും, അത് ഞാൻ പറയാനും വന്നിട്ടുണ്ട്. അപ്പം മക്കളെ നോക്കിക്കോളൂ, നിങ്ങളുടെ ഈ പറയുന്ന ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്നത് നമുക്ക് 2 പുസ്തകമാണ് എക്കണോമിക്സ് പഠിക്കാനുള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതിലെല്ലാവരും തെറ്റിച്ച് വരുന്നൊരു കാര്യമാണ്, നമുക്ക് സ്റ്റാറ്റ് പഠിക്കാനുണ്ടെന്ന് പറയും. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്റ്റാറ്റ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഒരു കാര്യം, നിങ്ങൾ അഥവാ സമഗ്രയിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കണ്ടിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ 5 ചാപ്റ്റർ വരെ കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ സാർ എവിടെ നോക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്, ഇതൊന്നും എൻ്റെ പുസ്തകത്തിൽ ഇല്ലല്ലോ എന്ന് പറയും. കാരണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് എന്താണ്, നമ്മുടെ സാധാരണ കൊമേഴ്സിൽ വരുന്ന അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന പോലെ തന്നെ ഹ്യൂമാനിറ്റീസിൽ വരുന്ന ഹിസ്റ്ററി, ജിയോഗ്രഫി, സോഷ്യോളജി, എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് പോലെ പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബുക്കാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത്. നമുക്ക് ആ സ്റ്റാറ്റി അല്ല നമുക്ക് പഠിക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേര് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ് അറിയണമെങ്കിൽ നമ്മുടെ സമഗ്രയുടെ സൈറ്റിൽ നിങ്ങൾ പോവുക. ഓക്കെ, സമഗ്രയുടെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നേരെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടാവും അല്ലേ. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടാവും. ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നേരെ പോയിട്ട് അവിടെ ക്ലാസ് 11 എന്ന് കൊടുക്കുക. ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മലയാളം എങ്കിൽ മലയാളം നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഇക്കണോമിക്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, അവിടെ ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 ചോയ്സ് അവിടെ കാണാം, ഇന്ത്യൻ എക്കോണമി കാണാം, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് കാണാം. ഇനി നിങ്ങൾ NCERTയുടെ സൈറ്റിലാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ ഇതിന് പുറമെ വേറെയും കുറച്ച് ബുക്കുകൾ ഉണ്ടാവും, അതൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് ഈ പറഞ്ഞ ഇന്ത്യൻ എക്കോണമിയും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന 2 പുസ്തകമാണ് വേണ്ടി വരിക. അപ്പോൾ അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് സ്റ്റാറ്റിയിലെ ആദ്യത്തെ 3 ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് 4-5 ചാപ്റ്ററാണ്. നിങ്ങളോട് ആദ്യമേ ഞാൻ പറയുന്നു, നിങ്ങളുടെ ഫൈനൽ എക്സാമിന് പോലും essay ചോദിക്കുന്ന, അതായത് വളരെ വലിയ മാർക്കിൻ്റെ essay ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ പറഞ്ഞിരിക്കുന്ന 5ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും. അപ്പോൾ ഈ 2 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഈ 2 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇന്ത്യൻ എക്കോണമിയിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഓണം എക്സാമിന് 1ഉം 2ഉം ചാപ്റ്ററും മാത്രമേ ഇന്ത്യൻ എക്കോണമി പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കിയേ, ഇന്ത്യൻ എക്കോണമിയിൽ പറഞ്ഞാൽ 3, 4, 5, 6, 7 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആകെ പഠിക്കാനുള്ളത്, നിങ്ങൾ നോക്കിക്കോളൂ, നമുക്ക് ആകെ പഠിക്കാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇവിടെ ആകെ പഠിക്കാനുള്ളത് എത്രയാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത് നമുക്ക് 8 ചാപ്റ്റർ ആകെ പഠിക്കാനുള്ളൂ. 8 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളൂ. അതുപോലെ ഇന്ത്യൻ എക്കോണമി നമുക്ക് എത്ര ചാപ്റ്റർ പഠിക്കാനുള്ളൂ, 9 ചാപ്റ്റർ പഠിക്കാനുള്ളൂ. ആകെ മൊത്തം 17 ചാപ്റ്റേഴ്സാണ് നമുക്കുള്ളത്. അതിൽ 17 നോക്കിയേ, മൊത്തം 7 ചാപ്റ്റർ നമുക്ക് ഇപ്പോൾ തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് 7 ചാപ്റ്റർ ആയിരിക്കും പഠിക്കേണ്ടാവുക. എത്ര ചാപ്റ്ററിൽ, 17 ചാപ്റ്ററിൽ 7 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ നിങ്ങൾ ആകെ പഠിക്കേണ്ട 2 ചാപ്റ്ററുള്ളൂ. ഒന്ന് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയും മറ്റൊന്ന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, ഇതിൽ നിന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അരിത്തമെറ്റിക് മീൻ പഠിച്ചിട്ടുണ്ടായിരിക്കും, മീഡിയൻ പഠിച്ചിട്ടുണ്ടായിരിക്കും, ആൻഡ് മോഡും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, വളരെ ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദ്യം വരുന്ന ചാപ്റ്റർ കൂടിയാണ്. ഇനി ഇത് നിങ്ങൾ എത്രയൊക്കെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ പഠിക്കണം അറിയേണ്ടിയിരിക്കും അല്ലേ. വേണ്ട, സംശയിക്കേണ്ട, ഒക്കെ പറഞ്ഞുതരാം. നിങ്ങളിത് പഠിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി. പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിക്കോളൂ, ഇനി ഇന്ത്യൻ എക്കോണമിയിൽ 4 ചാപ്റ്റർ ഉണ്ട് പറഞ്ഞു. അതിൽ 3ാമത്തെ ചാപ്റ്ററായിട്ട് നമ്മുടെ LPG
ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഈ 3 കാര്യങ്ങളും അനലൈസ് ചെയ്യുന്ന ചാപ്റ്റർ പഠിക്കാറുണ്ട്. 4ാമത്തെ ചാപ്റ്റർ പോവർട്ടി, നമ്മുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പഠിക്കാറുണ്ട്. 5ാമത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് പഠിക്കാനുള്ളത്. 6ാമതായിട്ട് റൂറൽ ഡെവലപ്മെൻറ്റും 7ാമതായിട്ട് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ആൻഡ് ഇൻഫോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഒരുപക്ഷേ സ്കൂളുകളിൽ ഈ ചാപ്റ്റർ എടുത്ത് തീർന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എടുത്ത് തീർന്നിട്ടുണ്ടാവില്ല. എന്ത് തന്നെയായാലും ഇതാണ് നമ്മുടെ എക്കണോമിക്സ് പരീക്ഷ ഈ പറയുന്ന ക്രിസ്മസിന് നിങ്ങൾക്കുള്ള സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 7 ചാപ്റ്റേഴ്സ് നോക്കി, ഇവിടെ 5 ചാപ്റ്റേഴ്സും നേരത്തെ കണ്ടതിൽ 2 ചാപ്റ്റേഴ്സും വെച്ച് മൊത്തം നിങ്ങൾക്ക് 7 ചാപ്റ്റർ പഠിക്കാനുണ്ടാവുക. അപ്പോൾ ഈ 7 ചാപ്റ്ററും എങ്ങനെ പഠിക്കണം എന്നൊരു ധാരണ ഇതുവരെയും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, ഇതുവരെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ കഴിഞ്ഞിരിക്കുന്ന കലാമേള, കായികമേള, അതുപോലെ ശാസ്ത്രമേള തുടങ്ങിയ എല്ലാ മേളകളുടെയും പിന്നാലെയായിട്ട് സ്കൂളിലെ ലൈഫ്, +1 ലൈഫ് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോയിരിക്കും. വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഇപ്പോൾ പിന്നിലായിരിക്കും, അത് പഠനത്തിൻ്റെ കേസിലായിരിക്കും അല്ലേ. അപ്പോൾ ഈ പഠനത്തിൻ്റെ കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്ന നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ ഒരു അവസരമായിട്ടാണ് ക്രിസ്മസ് പരീക്ഷ വന്നിട്ടുള്ളത്. ആ അവസരത്തിൽ നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളെപ്പോലുള്ള ഒരുപാട് ടീച്ചേഴ്സും അതുപോലെ എജുപോർട്ടിൻ്റെ കംപ്ലീറ്റ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലും നിങ്ങളുടെ മുമ്പിലുള്ളത്. പഠിക്കാൻ നിങ്ങളെ കൂടെ നിൽക്കാൻ മക്കളെ, നിങ്ങൾ റെഡിയാണെങ്കിൽ തയ്യാറായി തുടങ്ങിയുള്ളൂ. ഈ നിമിഷം മുതൽ നമ്മളിനി പഠിച്ചു തുടങ്ങണേ. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം വീണ്ടും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളുണ്ടായിരിക്കും, നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരോട് എല്ലാവരും ക്ലാസ്സിലെത്താൻ പറയുക. നിങ്ങൾക്കറിയാം എജുപോർട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. എത്രത്തോളം കട്ടക്ക് നിൽക്കാൻ പറ്റും അത്രയ്ക്ക് കട്ടക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മക്കൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് മക്കളെല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ എജുപോർട്ടിൻ്റെ എല്ലാ പേരിലും എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ്. വൺസ് അഗൈൻ വിത്ത് മീ സൽ സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.